വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. വെള്ളക്കടല വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് കണ്ടിട്ട് വന്നാലോ. വെള്ളക്കടല മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളക്കടലയാണിത്. നമുക്കിത് പ്രഷർ കുക്കറിലേക്ക് ഈ വെള്ളക്കടലയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്ത് ഒരു 3-4 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ജാറിലേക്ക് 3 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 വലിയുള്ളി, 2 തക്കാളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരിത്തിരി വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസിപ്പിയാണ്, അതുകൊണ്ടാണ് കോക്കനട്ട് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും, 2 വറ്റൽമുളകും, 3 ഏലക്കയും 3 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റും കൂടിയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇതുപോലെ തിളപ്പിക്കുക. പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ വൈറ്റ് ചന, ആ വെള്ളക്കടല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ റെസിപ്പിയായ വെള്ളക്കടല മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു വെള്ളക്കടല മസാല. അതും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കൂട്ടിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെയും കൂടിയും അതേപോലെ നൂൽപുട്ടിൻ്റെ കൂടിയൊക്കെ നല്ല പെർഫെക്റ്റ് കോംബോ ആണ് ഈ ഒരു വെള്ളക്കടല മസാല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.